ഓണത്തിനൊരു പുലിക്കളിയില്ലെങ്കിൽ പിന്നെ എന്താഘോഷം? പുലിക്കളിക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പുലിക്കളിക്ക് വർണ്ണാഭമായ തുടക്കം കുറിക്കാൻ തൃശ്ശൂരിലെ പുലിക്കൂട്ടം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പുലികൾക്കായി മാസങ്ങളുടെ തയ്യാറെടുപ്പാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അരമണികൾ, പുലിമുഖങ്ങൾ, തോരണങ്ങൾ, കാൽച്ചിലമ്പുകൾ തുടങ്ങി പുലിക്കളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ മികച്ച ചമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിരിക്കുന്നത്. സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്നും ഇറങ്ങുന്നത്. ക്രമത്തിൽ ചുവട് വെച്ച് ചെണ്ടമേളത്തിൽ തലയാട്ടി കുംഭകുലുക്കി വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് തൃശ്ശൂരുകാർ. കാണികളുടെ പുലി ആവശ്യത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പുലിവരയ്ക്കായുള്ള ചമയക്കൂട്ടുകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ആദ്യം തുടങ്ങിയത്. ഇനാമൽ പെയിന്റുകൾ അരയ്ക്കുന്ന ജോലികളിൽ ദേശങ്ങൾ ഏർപ്പെട്ടു കഴിഞ്ഞു. ഓണാഘോഷത്തിന്റെ ആദ്യ പടിയാണ് ഈ നമ്മുടെ നാലോണം നാളിന്റെ പുലിക്കളിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഈ പെയിന്റ് അരയ്ക്കണ പരിപാടിയാണ് നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് യുവജന സംഘം വിയ്യൂരിൻ്റെ ചുണക്കൊട്ടന്മാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 10 മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഇവർ ഇത് അരച്ചുകൊണ്ടിരിക്കുന്നത് പെയിന്റ്. പുലിവേഷങ്ങൾ, പുലിമുഖങ്ങൾ, പുലിക്കായുള്ള ചെരുപ്പുകൾ തുടങ്ങി വളരെ മനോഹരമായാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒന്നാണ് പുലിക്ക് ദേഹത്ത് ഉപയോഗിക്കാനുള്ള ചായക്കുട്ട്. വലിയ അമ്മിക്കല്ലിൽ വാർണിഷും ഗറില്ല പൗഡറും മറ്റും ചേർത്ത് അരച്ചെടുക്കുന്നതാണ് പുലിക്ക് ചായക്കൂട്ടായി ഉപയോഗിക്കുന്നത്. 10 മണിക്കൂറിലേറെ ഇരുന്നുകൊണ്ട് അമ്മിക്കല്ലിൽ ഈ ചായക്കുട്ട് അരച്ചെടുക്കുന്നു. 2.5 മണിക്കൂറിലേറെയാണ് ഒരാളെ മനുഷ്യനിൽ നിന്നും പുലിയായി വരച്ചെടുക്കാൻ എടുക്കുന്ന സമയം. 28ഓളം കലാകാരന്മാർ ചായം തേക്കാനായി എത്തുന്നുണ്ട്. 4ാം ഓണനാളിലാണ് തൃശ്ശൂരിൽ പുലിക്കളി അരങ്ങേറുന്നത്. ഇത്തവണ 9 സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 51 പുലിയാണ് നമുക്കുള്ളത്. നാലോണം നാളിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരാളെ വരയ്ക്കാനായിട്ട് എടുക്കും. ഏകദേശം ഒരു 28ഓളം ആർട്ടിസ്റ്റുകൾ തന്നെ ഈ കൊല്ലം നമ്മുടെ അണിഞ്ഞൊരുക്കുന്നുണ്ട്. പിന്നെ മെയ്യെഴുത്ത് കലാകാരന്മാർ ഒരു 28 ആളുണ്ട്.